ഹായ് എവരി വൺ, എല്ലാവർക്കും ബയോളജിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ബയോളജിയുടെ. കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ പഠിച്ചത് ക്രോമസോംസിനെ കുറിച്ചിട്ടായിരുന്നു. 46 ക്രോമസോംസ്, സൊമാറ്റിക് ക്രോമസോംസ് ആൻഡ് സെക്സ് ക്രോമസോംസ് ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പേജ് നമ്പർ 15-ലെ ജീൻ എന്ന ടോപ്പിക്കാണ്. അതുപോലെ തന്നെ RNA എന്ന ടോപ്പിക് പഠിക്കാനുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നോക്കാം. നമ്മൾ ഓൾറെഡി ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കൊക്കെ ഒരുപാട് സെല്ലുകളുണ്ട്. ഓരോ സെല്ലിനകത്ത് എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിനകത്ത് ക്രോമസോംസ് ഉണ്ട്. നമുക്ക് അങ്ങനെയുള്ള 46 ക്രോമസോംസ് ഉണ്ട്. നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 46 ക്രോമസോംസ് അല്ലെങ്കിൽ 23 പെയർ ക്രോമസോംസ് ഹ്യൂമൻ ബീങ്സിനുണ്ട്. അങ്ങനെയുള്ള ഒരു ക്രോമസോമിൽ ആ ക്രോമസോമിനൊന്ന് അൺവൈൻഡ് ചെയ്താൽ, അല്ലെങ്കിൽ ആ ക്രോമസോമിൻ്റെ കണ്ടൻസ്ഡ് ആയ ഫോമിൽ നിന്ന് ഒന്ന് ലൂസായി കഴിഞ്ഞാൽ സ്ട്രക്ചറാണ് DNA. നമ്മൾ എന്ത് ചെയ്തു? DNA സ്ട്രക്ചറൊക്കെ നമ്മൾ ഡീപ്പായിട്ട് പഠിച്ചിട്ടുണ്ട്. അന്നത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, DNA ആണ് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ. ആ DNAക്ക് അകത്താണ് നമ്മുടെ എല്ലാ ക്യാരക്ടേഴ്സും കൺട്രോൾ ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഉള്ളത്, ഇൻഫർമേഷൻസ് ഉള്ളത്. ഇനി DNAയുടെ ഒരു പാർട്ടാണ് ജീൻ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. DNAയുടെ ഒരു പാർട്ടാണ് എന്ത്? ജീൻ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഒരു ജീൻ കൺട്രോൾ ചെയ്യുന്നത് ഒരു ക്യാരക്ടറിനെയാണ്. സോ എ സിംഗിൾ ജീൻ കൺട്രോൾസ് എ ക്യാരക്ടർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ബേസിക് ഐഡിയ എപ്പോഴും മനസ്സിലുണ്ടാവണം. സെല്ലിനകത്ത് ന്യൂക്ലിയസിനകത്ത് ക്രോമസോംസ് ഒരു കണ്ടൻസ്ഡ് സ്ട്രക്ചറാണ്. അതിനൊന്ന് ലൂസായി കഴിഞ്ഞാൽ കിട്ടുന്ന സ്ട്രക്ചറാണ് എന്ത്? DNA, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. ആൻഡ് DNA ഈസ് ദി ജനറ്റിക് മെറ്റീരിയൽ ഓഫ് ഹ്യൂമൻ ബീങ്സ്. നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ആണെന്ത്? DNA. ആ DNAക്ക് അകത്താണ് നമ്മുടെ എല്ലാ ഇൻഫർമേഷൻസും സ്റ്റോർ ചെയ്തിട്ടുള്ളത്. DNAയുടെ ഓരോ 3 ലോങ് സ്ട്രാൻഡ് ആണല്ലോ DNA. അപ്പോൾ DNAയുടെ ഓരോ പാർട്ട് നമുക്ക് എന്ത് വിളിക്കാം? ദറ്റ് പാർട്ട് ഓഫ് DNA ഈസ് കോൾഡ് ജീൻ. ഇനി വായിച്ചു നോക്കാം. ജീൻ ഈസ് എ സ്പെസിഫിക് സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഇൻ DNA. അല്ലേ? ജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആകെ മൊത്തം കാണുന്ന ഈ ഒരു DNAയിലെ കുറച്ച് സ്പെസിഫിക് പോർഷൻസ് ആണ് എന്ത്? അപ്പോൾ എത്ര പോർഷൻസ് ആയിരിക്കും? ഒരു കുറച്ച് സ്പെസിഫിക് പോർഷൻസ് ആണ് എന്ത്? ജീൻ എന്ന് പറഞ്ഞാൽ. ഇനി പ്രത്യേകത നമ്മൾ പറഞ്ഞു, ജീനാണ് ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്. അല്ലേ? ജീൻ കൺട്രോൾസ് എ സിംഗിൾ ക്യാരക്ടർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ഈ ജീൻ ഒരു ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുക? അതൊരു ക്വസ്റ്റ്യൻ അല്ലേ? യെസ്. ഓരോ ജീനുകളും ഓരോ പ്രോട്ടീൻസിനെ കോഡ് ചെയ്യുന്നുണ്ട്. ഓരോ ജീൻ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ പ്രോട്ടീൻസിനെ കോഡ് ചെയ്യുന്നുണ്ട്, ഒരു പ്രോട്ടീൻസ് ഉണ്ടാക്കുന്നുണ്ട്. ആ പ്രോട്ടീനാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ സ്കിൻ കളർ ഒരു ക്യാരക്ടറാണ്. നമ്മുടെ സ്കിന്നിൻ്റെ കളർ എന്താണ്? ഒരു ക്യാരക്ടറാണ്. ആ സ്കിന്നിൻ്റെ കളറിനെ കൺട്രോൾ ചെയ്യുന്ന പ്രോട്ടീനാണല്ലോ മെലാനിൻ. അല്ലേ? പഠിച്ചിട്ടുണ്ടാവും മെലാനിൻ. നമ്മുടെ സ്കിൻ കളർ നമ്മുടെ ഒരു ക്യാരക്ടറാണ്. സ്കിൻ കളറിനെ കൺട്രോൾ ചെയ്യുന്ന പ്രോട്ടീനാണ് എന്ത്? മെലാനിൻ. ആ മെലാനിൻ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിൽ കൊണ്ടാണ് നമ്മളൊക്കെ ചില ആൾക്കാർ ഭയങ്കര ഫെയർ ആവാൻ കാരണം, കുറച്ച് ആൾക്കാർ ഡിം ആവാനുള്ള കാരണമൊക്കെ അതുകൊണ്ടാണ്. ഞാൻ ജസ്റ്റ് കളറിന് പറയല്ല കേട്ടോ. നമ്മുടെയൊക്കെ കളറിൽ ഉണ്ടാകുന്ന വ്യത്യാസം അത് വേണ്ട. നമ്മുടെ ഐറിസ്, കണ്ണിൽ കാണുന്ന കൃഷ്ണമണി ചില ആൾക്ക് ഭയങ്കര ഡാർക്കായിരിക്കും, ചില ആൾക്കാർക്ക് കുറച്ച് ബ്രൗണിഷ് ആയിരിക്കും, അല്ലേ? കുറച്ച് വൈറ്റ് ആവാൻ, അങ്ങനെ കുറേ ഒരു ഏറ്റക്കുറച്ചിൽ ഉണ്ടാവാറില്ലേ? അപ്പോൾ അവിടെയും ആ ഒരു പിഗ്മെൻറ്റ് ഇതാണ്, കളർ കൊടുക്കുന്ന പിഗ്മെൻറ്റ് മെലാനിനാണ്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെലാനിൻ എന്ന് പറയുന്നത് ഒരു പ്രോട്ടീനാണ്. മെലാനിൻ കൺട്രോൾസ് ദി പിഗ്മെൻറ്റേഷൻ. നമ്മുടെ കളർ കൺട്രോൾ ചെയ്യുന്നത് മെലാനിനാണ്. ആ മെലാനിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ടാക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? മെലാനിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ജീന് വേണം. ഇങ്ങനെയാണ് നമ്മുടെ ബോഡിക്കകത്ത് എല്ലാ കൺട്രോളിങ് നടക്കുന്നത്. അപ്പോൾ ഒരു ജീൻ ഉണ്ടായിരിക്കും, ആ ജീന് ഒരു പ്രോട്ടീനെ ഉണ്ടാക്കും. ആ പ്രോട്ടീൻ എന്ത് ചെയ്യും? നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യും? ചെയ്തു തരും. വായിച്ചു നോക്കാം. പ്രോട്ടീൻസ് which are synthesized according to the instruction of the genes are responsible for the formation of the characteristic features and controlling the metabolic activities. അതെന്താണ്? ഒരു ജീനുണ്ട്, ആ ജീൻ എന്ത് ചെയ്യുന്നു? നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ജീനിൻ്റെ അടുത്തുള്ള ഇൻസ്ട്രക്ഷൻ വെച്ചല്ലേ, ജീനിൻ്റെ അടുത്തുള്ള ഇൻസ്ട്രക്ഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പ്രോട്ടീൻ ഉണ്ടാക്കുന്നു. ആ പ്രോട്ടീനാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ, നമ്മുടെ ഹൈറ്റ്, നമ്മുടെ
കളർ, നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ്, ഇങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും കൺട്രോൾ ചെയ്യുന്നത് ഓരോ പ്രോട്ടീൻസ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസ്. എന്താ മെറ്റബോളിക് ആക്ടിവിറ്റീസ് പറഞ്ഞാൽ ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഹോർമോൺസ് ഇല്ലേ, ഹോർമോൺസ്, എല്ലാ ഹോർമോൺസ് എന്താണ്, പ്രോട്ടീൻസ് ആണ്. പഠിക്കാനുണ്ട്, വരും ക്ലാസ്സിൽ പഠിക്കാനുണ്ട് നമുക്ക്. ആ മെറ്റബോളിക് ആക്ടിവിറ്റീസ്, എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും കൺട്രോൾ ചെയ്യുന്നതും എന്താണ്, പ്രോട്ടീൻസ് ആണ്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരിക മുട്ടയിൽ നിന്നും പാലിൽ നിന്നും കിട്ടുന്ന പ്രോട്ടീൻസ് ആയിരിക്കും. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ കാണേണ്ട ഒരു ന്യൂട്രിയൻ്റ് അല്ല, ഭക്ഷണത്തിൽ കിട്ടുന്ന ന്യൂട്രിയൻ്റ് അല്ല. പക്ഷേ ഇത് നമ്മുടെ ബോഡിക്കകത്ത് സ്ട്രക്ചറൽ, നമ്മുടെ ഇപ്പം നഖം ഒരു പ്രോട്ടീനാണ്, മുടി ഒരു പ്രോട്ടീനാണ്, നഖത്തിന് മുള്ളിലുള്ള പ്രോട്ടീൻ്റെ പേരാണ് കെരാറ്റിൻ എന്ന് പറയും. അങ്ങനെ ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് സ്ട്രക്ചർ വൈസിൽ നമുക്ക് ഫിസിക്കലായി ഫീച്ചേഴ്സ് തരുന്ന പ്രോട്ടീൻസ് ആണ്. ബോഡിക്കകത്ത് കാണുന്ന ഒരുപാട് പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് എന്ത് തന്നെയാണ്, പ്രോട്ടീൻസ് ആണ്. റെഡി? സോ ഇതാണ് ആ ബേസിക് ഐഡിയ. നോക്കാം നമുക്ക്. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു ദി അനദർ ന്യൂക്ലിക് ആസിഡ്. The nucleic acid RNA also plays a crucial role in the synthesis of protein. ഇനിയാണ് കളി. നമ്മളിങ്ങനെ കുറേ നേരം പറഞ്ഞു തുടങ്ങിയിട്ട് അല്ലേ, എന്ത് ജീൻ കൺട്രോൾസ് എ ക്യാരക്ടർ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ജീൻ എങ്ങനെയാണ് ക്യാരക്ടർ കൺട്രോൾ ചെയ്യുന്നത്? ജീൻ എന്ത് ചെയ്യുന്നു, ആ ജീനിൻ്റെ അടുത്തുള്ള ഇൻസ്ട്രക്ഷൻ വെച്ചൊരു പ്രോട്ടീൻ ഉണ്ടാക്കുന്നു, ആ പ്രോട്ടീൻ ആ ക്യാരക്ടർ കൺട്രോൾ ചെയ്യുന്നു. ഇനി ഈ ഒരു സംഭവത്തിൽ ഒരു വലിയ റോൾ ആർക്കും കൂടി ഉണ്ട്, DNA പുറമെ ഒരു ന്യൂക്ലിക് ആസിഡ് ഉണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് RNA, റൈബോ ന്യൂക്ലിക് ആസിഡ്. എന്താണ് റൈബോ ന്യൂക്ലിക് ആസിഡ്? നമുക്ക് ഈ പിക്ചർ ജസ്റ്റ് നോക്കാം. ഇല്ലുസ്ട്രേഷൻ 1.5 ജീൻ പറഞ്ഞ കാര്യം തന്നെയാണ്. ക്രോമസോം കാണിച്ചിട്ടുണ്ട്. ക്രോമസോമിന് അൺബൈൻഡ് സ്ട്രക്ചറാണ് എന്ത്, DNA കോയിൽ സ്ട്രക്ചറാണ്. ആ DNAയിലെ ഓരോ പാർട്ട് നമുക്ക് എന്ത് പറയാം, ഓരോ ജീൻ എന്ന് പറയാം. ഇവിടെ നോക്കി ഈ ലെറ്റേഴ്സ് ഓർമ്മ ഉണ്ടോ? അഡിനിൻ, തൈമിൻ, തൈമിൻ, ഗ്വാനിൻ, അഡിനിൻ, സൈറ്റോസിൻ. പെയറിങ് നോക്കിയേ, സൈറ്റോസിനും ഗ്വാനിനും, അഡിനിനും തൈമിനും, ഗ്വാനിനും സൈറ്റോസിനും. ആ പെയറിങ് മറക്കരുത്. അഡിനിൻ ഓൾവേസ് കമ്പൈൻസ് വിത്ത് തൈമിൻ, ഗ്വാനിൻ കമ്പൈൻസ് വിത്ത് സൈറ്റോസിൻ. ഇവിടെ ട്രിപ്പിൾ ബോണ്ടാണ്, ഇവിടെ ഡബിൾ ബോണ്ടാണ്. റെഡി? നൗ വി ആർ മൂവിങ് ടു ദി സെക്കൻഡ് ജനറ്റിക് മെറ്റീരിയൽ, റൈബോ ന്യൂക്ലിക് ആസിഡ്. നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ എന്താണ്? DNA ആണ്. എന്ന് വെച്ചാൽ ജീവികളുടെ ജനറ്റിക് മെറ്റീരിയൽ എന്തായിരിക്കും? RNA ആയിരിക്കും. നമ്മുടെ ബോഡിക്കകത്തും RNA കാണുന്നുണ്ട്, പക്ഷേ അത് നമ്മുടെ ജനറ്റിക് മെറ്റീരിയൽ ആയിട്ടുള്ള ആക്ടിങ് അല്ല. എന്നാൽ നമ്മുടെ ബോഡിക്കകത്ത് വളരെ ക്രൂഷ്യൽ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനും എനിക്ക് ഹെൽപ്പ് ചെയ്യുന്ന RNA നോക്കാം. RNA റൈബോ ന്യൂക്ലിക് ആസിഡ്. ഇവിടെ നിന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഇതാണ് ആ ക്വസ്റ്റ്യൻ, കമ്പാരിസൺ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഓരോ പോയിന്റും ഇവിടെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ തൊട്ട് മുന്നേ പഠിച്ച DNA-യുമായിട്ട് എന്ത് ചെയ്യണം, കമ്പയർ ചെയ്യണം. നമുക്ക് സ്റ്റാർട്ടിങ് ഫ്രം ദി സ്ട്രക്ചർ നോക്കാം. വളരെ മേജറായിട്ട് ഒരൊറ്റ നോട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യത്യാസമുണ്ട്. എന്താണ്? യെസ്, DNA-ക്ക് ഡബിൾ സ്ട്രാൻഡഡ് ആണെങ്കിൽ RNA-ക്ക് എന്ത് മാത്രമേ ഉള്ളൂ, സിംഗിൾ സ്ട്രാൻഡ് മാത്രമേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയ വ്യത്യാസം. DNA ഡബിൾ സ്ട്രാൻഡഡ് ആണ് അല്ലേ, DNA ഡബിൾ സ്ട്രാൻഡ്, 2 സ്ട്രാൻഡ്സ് DNA-ക്ക് ഉണ്ട്. എന്നാൽ RNA-ക്ക് ആകെ ഒരൊറ്റ സ്ട്രാൻഡ് മാത്രമേ ഉള്ളൂ, സിംഗിൾ സ്ട്രാൻഡഡ് RNA ആണ്, സിംഗിൾ സ്ട്രാൻഡ് RNA ആണ്. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ RNA റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ്. ഇറ്റ് ഈസ് അനദർ ടൈപ്പ് ഓഫ് ന്യൂക്ലിക് ആസിഡ്. 2 ടൈപ്പ് ഓഫ് ന്യൂക്ലിക് ആസിഡ് നമുക്കുള്ള. ഒന്ന് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് റൈബോ ന്യൂക്ലിക് ആസിഡ്. Then they also made up of nucleotides. ഇവിടെ നോക്കിയതാ, they also made up of nucleotides. ഇതേ സ്ട്രക്ചർ, ഒരു ഫോസ്ഫേറ്റ് ഉണ്ട്, ഒരു ഷുഗർ ഉണ്ട്, ഒരു നൈട്രജൻ ബേസ് ഉണ്ട്. ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് അല്ലേ, യു. നോക്കാം. Each of the nucleotide contains a ribose sugar, a phosphate group and a nitrogen base. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് DNA ഉണ്ടാക്കിയിട്ടുള്ളത്. എന്ത് ഉപയോഗിച്ചിട്ടാണ്? DNA is also made up of nucleotides. അതുപോലെ തന്നെയാണ് RNA is also made up of nucleotides. ചെറിയൊരു വ്യത്യാസമുണ്ട്. DNA-യിൽ ഡീഓക്സി റൈബോസ് ഷുഗർ ആണെങ്കിൽ RNA-യിൽ എന്താണ്? വെറും റൈബോസ് ഷുഗർ ആണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. RNA-ക്ക് അകത്ത് എന്താ ഉള്ളത്? റൈബോസ് ഷുഗർ. ഇതാണ് വലിയ വ്യത്യാസം. പിന്നെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പും നൈട്രജൻ ബേസും ഒക്കെ ഡേയിൽ കാണുന്ന പോലെ തന്നെയാണ്. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, ദെൻ നൈട്രജൻ ബേസ് ഉണ്ട്, ഷുഗർ ഉണ്ട്. ആ ഷുഗറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഷുഗർ എന്താണ്? റൈബോസ് ഷുഗറിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി വലിയ വേറെ വ്യത്യാസം നോക്കി. നമ്മൾ DNA-ക്കകത്ത് പഠിച്ച നൈട്രജൻ ബേസ് ഏതൊക്കെയായിരുന്നു? ATGC. ഓർമ്മയുണ്ടോ? ATGC അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇതായിരുന്നു DNA-യിൽ പഠിച്ച നൈട്രജൻ ബേസുകൾ. എന്നാൽ ചെറിയ വ്യത്യാസമുണ്ട്. RNA-യിലേക്ക് വരുമ്പോൾ
RNAയിൽ പഠിക്കേണ്ടി പോകുന്ന നൈട്രജൻ ബേസുകളാണ്. നോക്കിക്കോളും, അഡിനിൻ, ഗ്വാനിൻ, ദെൻ യുറാസിൽ, സൈറ്റോസിൻ. അപ്പോൾ ആരാ മാറിയത്? യെസ്, തൈമിന് പകരം ഇവിടെ ആര് വന്നു? യുറാസിൽ വന്നു. ഓക്കെ, DNA-ക്കകത്തുള്ള നൈട്രജൻ ബേസുകൾ അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആണെങ്കിൽ RNAയിൽ കാണുന്ന നൈട്രജൻ ബേസുകൾ അഡിനിൻ, ഗ്വാനിൻ, തൈമിന് പകരം യുറാസിൽ, ദെൻ സൈറ്റോസിൻ. അതാണ് വലിയ വ്യത്യാസം, മറക്കരുത്. ദി നൈട്രജൻ ബേസസ് ഇൻ RNA ആർ അഡിനിൻ, ഗ്വാനിൻ, uracil, then cytosine, and most of the RNAs have single stranded RNA. ഇതാണ് സ്ട്രക്ചർ ഓഫ് ദി RNA. ഈ കമ്പാരിസൺ നോക്കാം നമുക്ക്, വലിയ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് ഇൻ DNA-ക്കകത്ത് 2 സ്ട്രാൻഡ് ഉണ്ട്. ആൻഡ് ദാറ്റ് ഓഫ് ദി RNA-ക്കകത്ത് സ്ട്രാൻഡ്സ് ഉണ്ട്. RNA ഈസ് ദി സിംഗിൾ സ്ട്രാൻഡഡ് സ്ട്രക്ചർ. ഇതിപ്പോൾ പഠിച്ചിരിക്കണം, ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യണം, പഠിച്ചു കഴിയണം. DNA-ക്ക് 2 സ്ട്രാൻഡ്സ് ആണെങ്കിൽ RNA-ക്ക് സിംഗിൾ സ്ട്രാൻഡാണ്. ടൈപ്പ് ഓഫ് ഷുഗർ മോളിക്യൂൾ, DNA-യിൽ കാണുന്ന ഷുഗർ മോളിക്യൂളാണ് ഡീഓക്സി റൈബോസ് ഷുഗർ. ഡീഓക്സി റൈബോസ് ഷുഗർ. ആൻഡ് ദാറ്റ് ഓഫ് ദി RNA-ക്കകത്ത് കാണുന്ന ഷുഗർ മോളിക്യൂളാണ് റൈബോസ് ഷുഗർ. ദെൻ DNA-യിൽ കാണുന്ന നൈട്രജൻ ബേസാണ് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, ATGC. എന്നാൽ RNA-യിൽ കാണുന്ന നൈട്രജൻ ബേസാണ് അഡിനിൻ ഉണ്ട്, തൈമിനില്ല, പകരം യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ. അപ്പോൾ ഇത്രയുമാണ് സ്ട്രക്ചർ ഓഫ് ദി RNA. അപ്പോൾ ഇതിൽ പഠിച്ചിരിക്കേണ്ടത് ഈ ഒരു ടേബിൾ തന്നെയാണ്, ടേബിൾ 1.2. ഇത് എന്തായാലും പഠിച്ചിരിക്കണം, മിക്കവാറും ഒരു കമ്പാരിസൺ മെത്തേഡ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഇന്ന് ഇത്ര അവസാനിപ്പിക്കാൻ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, പ്രോട്ടീൻ സിന്തസിസ് നോക്കാം. ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് റിവൈൻഡ് ചെയ്യാം. ജീൻ എന്താണെന്ന് പഠിച്ചു. ജീൻ പ്രോട്ടീൻ്റെ കോഡ് ചെയ്യുന്നു. പ്രോട്ടീൻ ആ പ്രത്യേക ക്യാരക്ടറിന് എന്ത് ചെയ്യുന്നു, പെർഫോം ചെയ്യുന്നു. ഇനി ആ ക്യാരക്ടറിനൊക്കെ പെർഫോം ചെയ്യാൻ പ്രോട്ടീൻ നിർമ്മിക്കണമെങ്കിൽ അത്യാവശ്യമായിട്ടുള്ള മറ്റൊരു ന്യൂക്ലിക് ആസിഡാണ് RNA, റൈബോ ന്യൂക്ലിക് ആസിഡ്. അത് DNA-ആയിട്ട് എന്ത് ചെയ്യുക, കമ്പയർ ചെയ്ത് പഠിക്കുക കേട്ടോ. സോ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.